ഗാസ ഏറ്റെടുക്കാമെന്ന് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ നിർണായക പ്രഖ്യാപനം. ഗാസ മുനമ്പ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും പ്രദേശത്തെ രാജ്യാന്തര മേഖലയാക്കി ഉയർത്താൻ അമേരിക്ക തയ്യാറാണെന്നുമുള്ള പ്രഖ്യാപനം അമ്പരപ്പോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. വെടിനിർത്തലിന് പിന്നാലെയുള്ള രണ്ടാം ഘട്ട ചർച്ച കഴിഞ്ഞ ദിവസം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ചർച്ചകളെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കാം ട്രംപിന്റെ പ്രഖ്യാപനം. വെടിനിർത്തൽ കരാർ ദുർബലമാണെന്ന ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഗാസ മുനമ്പിന്റെ സമ്പൂർണ്ണ പുനരധിവാസം എന്ന മട്ടിലാണ് ട്രംപ് തന്റെ ആശയം മുന്നോട്ട് വെക്കുന്നത്. ഗാസയെ ഏറ്റെടുത്ത് മധ്യപൂർവേഷ്യയിലെ ഏറ്റവും മികച്ച സുഖവാസ കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ആയുധങ്ങളും ബോംബുകളും നിർവീര്യമാക്കുന്നതിനൊപ്പം പുതിയ വീടുകൾ നിർമ്മിക്കുമെന്നും ട്രംപ് പറയുന്നു. വേണ്ടിവന്നാൽ ഗാസയുടെ സുരക്ഷയ്ക്കായി അമേരിക്ക സൈനികരെ അയക്കുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനത്തിലുണ്ട്. ട്രംപിന്റെ പ്രഖ്യാപനങ്ങളെ ഏറെക്കുറെ സ്വാഗതം ചെയ്യുന്ന മട്ടിലായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണങ്ങൾ. വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചയിൽ ഗസയിലെ വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് ഇരു നേതാക്കളും സംസാരിച്ചിരുന്നു. ഒപ്പം ഇറാനെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവെക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഗസയിൽ നിന്ന് പലസ്തീനികൾ മാറണമെന്ന തന്റെ മുൻ നിലപാട് ഏറെക്കുറെ ആവർത്തിക്കുകയാണ് ട്രംപ്. എന്നാൽ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ ട്രംപിന് പിന്തുണ നൽകാനിടയില്ല. ഗാസയിൽ നിന്ന് പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കുന്നത് മിഡിൽ ഈസ്റ്റിന്റെ സംഘർഷം വ്യാപിപ്പിക്കുമെന്ന് ഈജിപ്ത്, ജോർദാൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗദി അറേബ്യയാണ് ട്രംപിന്റെ നിലപാടിനെതിരെ ശക്തമായ രംഗത്തെത്തിയ ഒരു രാജ്യം. പ്രതിഷേധ സ്വരങ്ങൾ നിലനിൽക്കുമ്പോഴും ഈജിപ്തിനെയും ജോർദനെയും സ്വാധീനിക്കാൻ കഴിയുമെന്ന ചിന്തയാണ് വൈറ്റ് ഹൌസിനുള്ളത്. കെയ്റോയ്ക്കും അമ്മാനിനും നൽകുന്ന സഹായങ്ങൾ കൊണ്ട് അവരുടെ വായടപ്പിക്കാൻ കഴിയുമെന്ന് ട്രംപിന് വ്യക്തമായ ബോധ്യമുണ്ട്. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ സമ്മർദ്ദത്തിൽ വലയുന്ന നെതന്യാഹുവും ട്രംപിന് കൈകൊടുക്കാൻ മടിക്കില്ല. ട്രംപിന്റെ ചിന്തകൾ പലപ്പോഴും ചട്ടക്കൂടുകൾക്ക് പുറത്താണെന്ന് പറഞ്ഞായിരുന്നു നെതന്യാഹുവിന്റെ പ്രശംസ. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ അതിനായി ഇടപെട്ട അമേരിക്ക തന്നെ ഇത്തരമൊരു പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുന്നത് വീണ്ടും സംഘർഷത്തിന് കാരണമായേക്കാം.